പ്രത്യേകത എന്ന് പറയുന്നത് അത് സുന്നത്തുല്ലാഹി, അള്ളാഹുവിന്റെ ചര്യയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ നമസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, എല്ലാം അള്ളാഹുവിന്റെ റസൂലിനെ അനുധാപനം ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന അമലുകൾ ആണ് എങ്കിൽ, പ്രിയമുള്ളവരെ, സ്വലാത്ത് എന്ന് പറയുന്നത് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്ന പുണ്യമായ ഒരു അമലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്ത് സത്യാസത്യങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടി, മനുഷ്യന് സൽപാന്താവ് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ഒരു മനുഷ്യന്റെ ജീവിത സംഹിത എങ്ങനെയാവണം, ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്തുകൂടാ, എന്ത് പ്രവർത്തിച്ചുകൂടാ, എന്ത് പ്രവർത്തിക്കണമെന്നെല്ലാം പറയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആൻ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമാക്കപ്പെട്ട മോജിസത്തുകളിൽ ഏറ്റവും വലിയ മോജിസത്തായി പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹുവും അവന്റെ മാലാഖമാരും, അല്ലാഹുവും അവന്റെ മാലാഖമാരും ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ആരാണ് പ്രിയമുള്ളവരെ സ്വലാത്ത് ചൊല്ലുന്നത്? ഈ സർവ്വലോകങ്ങളെയും പടച്ച, ഈ ലോകങ്ങളെയെല്ലാം ക്രമീകരിച്ച, ഓരോ മനുഷ്യന്റെയും പടച്ച തമ്പുരാനായ, ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കുന്ന, ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന, എല്ലാം നിയന്ത്രിക്കുന്നവനായ യജമാനനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. തീർന്നില്ല വ മലായികതഹു, അല്ലാഹു മാത്രമല്ല, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമല്ല, അല്ലാഹുവിന്റെ ഉത്തമ സൃഷ്ടികളായ അല്ലാഹു എന്ത് പറയുന്നു അതുപടി അനുസരിച്ചുകൊണ്ട് സദാസമയം ഇബാദത്തിൽ കഴിയുന്ന, സദാസമയം സുജൂദിൽ കഴിയുന്ന അല്ലാഹു എന്ത് പറയുന്നു, അല്ലാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അതിനൊരു അനുസരണക്കേടും കാണിക്കാതെ, ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, ആരാണ് മാലാഖമാർ? ലാ യഅ്സൂനല്ലാഹ, അവർ അല്ലാഹുവിനെ എതിര് കാണിക്കൂല, വയഫഅലൂന മാ യുഅ്മറൂൻ, അവരോട് എന്താണോ കൽപ്പിക്കുന്നത്, എന്താണോ അവരോട് ചെയ്യാൻ പറയുന്നത് അതേപടി ചെയ്യുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മാലാഖമാരും അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ലോക ജനങ്ങളോട് അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹുവും അവന്റെ മാലാഖമാരും സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാലാഖമാരും അല്ലാഹുവും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആ ഖുർആനിന്റെ ആയത്ത് പൂർത്തീകരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലയോ
സത്യവിശ്വാസികളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഓർക്കണേ. അവിടുത്തെ ജീവിതം നിങ്ങൾ അനുധാവനം ചെയ്യണേ. അവിടുത്തതിന് വേണ്ടി മുടങ്ങാതെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോൾ അല്ലാഹുവും അവന്റെ മാലാഖമാരും ചെയ്യുന്നു. എന്നിട്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യാൻ അല്ലാഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും വലിയ കടപ്പാടുള്ളത് ആർക്കാണ്? നമുക്കല്ലേ എന്റെ പ്രിയമുള്ളവരെ? മലക്കുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് കടപ്പാടുണ്ടോ? അല്ലാഹുവിന് കടപ്പാടുണ്ടോ? ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ മലക്കുകളും അല്ലാഹുവും സലാത്ത് ചൊല്ലുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലണം. കാരണം എന്താ? നമ്മുടെ ദുന്യവിയായ വിജയത്തിന് വേണ്ടി, നമ്മുടെ ഉഖ്റവിയായ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ ഓർക്കണം എന്റെ പ്രിയമുള്ളവരെ. അതാണ് ഒരു കവി പാടിപ്പോയത്. എന്താണ് കവി പാടിയതെന്നറിയുമോ? ഇദാ മാ ശിഅത ഫിദ്ദാറൈനി തസ്ആദ് ഫഅക്സിർ മിനസ്സലാത്തി അലാ മുഹമ്മദ്. ഇദാ മാ ശിഅത ഫിദ്ദാറൈനി തസ്ആദ്. ഈ ലോകവും നിനക്ക് വിജയിക്കാൻ ഉദ്ദേശമുണ്ടോ? ഈ ദുനിയാവ്, നശ്വരമാകുന്ന ഈ ദുനിയാവ് വെറുമൊരു ഇടവേള കാലത്തേക്ക് മാത്രം അല്ലാഹു നമ്മളെ പടച്ചയച്ച ഈ നശ്വരമായ ദുനിയാവിലും നാളെ കടന്നു ചെല്ലാനിരിക്കുന്ന പാരത്രിക ലോകത്തുമേ മനുഷ്യ, നിനക്ക് വിജയിക്കണോ? നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിജയായി മാറണോ? فأكثر من الصلاة على മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ, ലോകത്തിന്റെ നായകന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. കാരണം എന്തെന്നറിയുമോ? നാളെ നമ്മളെല്ലാം മരിച്ച് മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എല്ലാം അസ്തമിച്ചുകൊണ്ട്, ദുനിയാവിന്റെ എല്ലാ സുഖാഡംബരങ്ങളും തീർന്നുകൊണ്ട്, മനുഷ്യന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തേക്ക് ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, സൂര്യൻ ഒരു ചാൻമുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോൾ, ചെമ്മിട്ട തറയിൽ നഗ്നവാതരായി നമ്മൾ നിന്ന് വെന്തുരുകുമ്പോൾ, അസഹ്യമായ ചൂട് കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നാളെ മഹ്ശറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിചാരണ നടത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ എന്ന് നിശ്ചയിക്കുന്ന ആ വിചാരണ നടത്തുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് കരയുകയാണ്, അല്ലാഹുവിനോട് കേഴുകയാണ്. അവിടെ അല്ലാഹു ഒരു മനുഷ്യന്റെയും വിളി കേൾക്കുന്നില്ല. ലാ തദഉൽ യൗമ സുബൂറൻ വാഹിദാ വദൂ സുബൂറൻ കസീറാ. ഇന്നേ ദിവസം നിങ്ങൾ എത്ര വിളിച്ചാലും, നിങ്ങൾ എത്ര കരഞ്ഞാലും, നിങ്ങൾ എത്ര ദുആ ചെയ്താലും ഞാൻ ആ വിളി കേൾക്കുകയില്ല. നിങ്ങൾ എത്ര വിളിച്ചാലും അതിന് ഞാൻ ഉത്തരം നൽകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ നമ്മൾ ഭയവിഹ്വലരായി, മഹ്ശറയിലെ ചൂട് താങ്ങാൻ കഴിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, നമ്മൾ നെട്ടോട്ടമോടുമ്പോൾ, ഈ മഹ്ശറയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? ഈ മഹ്ശറയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും കടന്നു ചെല്ലുകയാ. അബൂനാ ആദം ബശർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. അവിടുന്ന് നമ്മൾ പറയുന്നു, ആദം നബിയേ, അല്ലയോ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം. ഈ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ ചൂട്
ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടൊന്ന് ശുപാർശ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് മാറ്റിത്തരണേ, ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് മാറ്റിത്തരണേ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഓരോ മനുഷ്യരും ചെന്ന് പറയുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈയൊഴുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി, സ്വർഗത്തിൽ അള്ളാഹു എന്നെ താമസിപ്പിച്ചു, അള്ളാഹു പറഞ്ഞതിനോട് എതിരായി ഞാൻ കഴിച്ചുപോയി, ഞാൻ ധിക്കരിച്ചു പോയി, അതുകൊണ്ട് എന്റെ കാര്യം എന്താണ്, എന്റെ ശിക്ഷ എന്താണെന്നറിയാൻ ഞാൻ പേടിച്ചു നിൽക്കുകയാണ്, നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അങ്ങനെ ഇതാ നൂഹ് നബിയിലേക്ക് പോകുന്നു, മൂസാ നബിയിലേക്ക് പോകുന്നു, ഈസാ നബിയിലേക്ക് പോകുന്നു. എല്ലാ പ്രവാചകന്മാരിലേക്കും ആ ചൂട് സഹിക്കാൻ വയ്യാതെ, ആ ശിക്ഷ താങ്ങാൻ കഴിയാതെ എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും നമ്മൾ ഓടുമ്പോൾ എല്ലാവരും നിസ്സഹായതയോടെ എല്ലാവരും നമ്മളെ കൈയൊഴിയുമ്പോൾ ആ സമയത്ത് മനുഷ്യ നീ സ്വലാത്ത് ചെല്ലാൻ മടി കാണിച്ചില്ലേ? ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞപ്പോൾ അതിനെല്ലാം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വലാത്ത് വാർഷികങ്ങൾ നടക്കുമ്പോൾ, സ്വലാത്ത് മജ്ലിസുകൾ നടക്കുമ്പോൾ അതിലൊന്നും പങ്കെടുക്കാതെ ദുനിയാവിന്റെ സന്തോഷത്തിൽ ദുനിയാവിൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ദുനിയാവിന്റെ പിന്നാലെ പോയ മനുഷ്യ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാതെ ദുനിയാവിൽ സിനിമാ താരങ്ങളുടെയും സ്പോർട്സ് താരങ്ങളുടെയും പിന്നാലെ അവരുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് അവരുടെ വേഷവിധാനങ്ങൾ അനുകരിച്ചുകൊണ്ട് അവരെ പിൻപറ്റി നീ നടന്നപ്പോൾ നീ ഓർക്കണേ മനുഷ്യ, നീ ചിന്തിക്കണേ മനുഷ്യ, നാളെ എല്ലാ പ്രവാചകന്മാരും നിന്നെ കൈയൊഴിയുമ്പോൾ എല്ലാ പ്രവാചകന്മാരും നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ ആ സമയത്ത് നിന്നെ സഹായിക്കാൻ കടന്നു വരുന്നത്, ആ സമയത്ത് നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പോലും നമുക്ക് സലാത്ത് ചെല്ലാൻ മടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ മരിച്ചു പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, നമ്മളെ സ്വർഗത്തിലേക്ക് കടത്താൻ അള്ളാഹുവിന് വേണ്ടി കരഞ്ഞ് സുജൂദിൽ കിടക്കുന്ന നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം, അവിടുത്തെ വേണ്ടി നമ്മൾ സ്വലാത്ത് ചെല്ലണം. പ്രിയമുള്ളവരെ, ആ പ്രവാചകനെ ആത്മാർത്ഥമായ രീതിയിൽ കളങ്കമില്ലാത്ത രീതിയിൽ സ്നേഹിക്കുമ്പോൾ മാത്രമേ അവിടുത്തെ ശഫാഅത്തും അവിടുത്തെ ദുആയും നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമി ലോകത്ത് ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ സ്നേഹങ്ങൾക്ക് പിന്നാലെ നമ്മുടെ മനസ്സിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ വലിയ സ്നേഹമാണെന്ന് നമ്മൾ പറയും. എന്റെ ഉമ്മയാണ് ഈ ലോകത്ത് എനിക്ക് വലുത്, എന്റെ ഉപ്പയാണ് എനിക്ക് ഈ ലോകത്ത് വലുതെന്ന് നാം പറയുമ്പോഴും ആ സ്നേഹത്തിന്റെ ഉള്ളിൽ നമുക്ക് പല ലക്ഷ്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭാര്യമാരാണ് നമ്മുടെ ജീവനെന്ന് പലരും പറയാനുണ്ട്, പക്ഷേ ആ സ്നേഹത്തിന്റെ പിന്നിലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. കാരണം നമുക്ക് വേണ്ടി സദാസമയം നമുക്ക് വേണ്ടി പണിപ്പെടുന്നവരാണ്. ആ ഒരു രീതിയിലുള്ള സ്നേഹമാണ് അവിടെയും നമുക്കുള്ളത്. നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, കാരണം നാളെ ഭാവിയിൽ നമുക്ക് ആ മക്കളിലൂടെ ഉപകാരങ്ങൾ എടുക്കാറുണ്ട്. ആ രീതിയിലെല്ലാം നമ്മളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോരുത്തരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹമൊന്നും യഥാർത്ഥ സ്നേഹമല്ല എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥ സ്നേഹം എന്നെന്ന് പറയുന്നത് എന്താണ്? ഒന്നും ആഗ്രഹിക്കാതെ, അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഒരു മനുഷ്യനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രവാചകന്റെ മേൽ സ്നേഹിക്കുന്നു, പ്രവാചകൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, പ്രവാചകന് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണെന്ന് നമ്മൾ പലരും പറയും. പക്ഷെ അതിലൂടെയൊക്കെ നമ്മുടെ ലക്ഷ്യം നാളെ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടണം. നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളാൽ ഹൗദുൽ കൗസർ നമുക്ക് പാനം ചെയ്യണമെന്ന ഒരു ലക്ഷ്യബോധം നമുക്കുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ ഒരു ലക്ഷ്യത്തിലല്ല നമ്മളെ സ്നേഹിക്കുന്നത്. അവിടുത്തെ ജീവിതത്തിന്റെ ഉടനീളം എന്റെ സമുദായമേ, എന്റെ ഉമ്മത്തെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ജീവിച്ച പ്രവാചകനാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ മരണത്തിന്റെ സമയത്ത് പോലും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്ത്
ഓർത്തത് തങ്ങളുടെ മക്കളെ കുറിച്ചോ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ ഒന്നുമല്ല. നമ്മുടെ ഈ സമുദായം, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്, അവരുടെ അവസ്ഥ എന്താണെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ നമ്മൾ പരിശ്രമിക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ അവരതാ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ്. من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ മാസവും ചൊല്ലി വരാറുള്ള സ്വലാത്ത് വാർഷികത്തിന്റെ ദുആ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ ഈ പുണ്യമാക്കപ്പെട്ട പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഈ മജ്‌ലിസിന് വേണ്ടി കഷ്ടപ്പെട്ടു, ആരെല്ലാം ഇതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി തങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. എന്റെ ദൗത്യം ഈ മജ്‌ലിസിന് ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഖ്യ പ്രഭാഷണത്തിനും ദുആ നേതൃത്വത്തിനുമായി അസയ്യിദ് ബാഫഖി തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചു.